ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ പ്രിയപ്പെട്ട കവി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രകൃതിയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോ നമ്മൾ ഇന്ന് മുതല് നമ്മുടെ കൃഷിക്കുള്ള മണ്ണ് തേടുന്നു. എല്ലാരും ഓക്കെ അല്ലേ? ഇത് ഹരിയെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലല്ലോ, അവരെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമല്ലേ. അപ്പോ അതിന്റെ പേരിൽ നിരാശയൊന്നും വേണ്ട. പോട്ടെ അല്ലേ? ദേ, ഇനി ഇക്കാര്യം നടക്കാത്തോണ്ട് എന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ചോദിക്കരുത്. കുന്നുമേൽക്കാവ് ഭഗവതിയുടെ മുന്നിൽ എത്തിയതിനേക്കാളും കൂടിയ ഐശ്വര്യമൊന്നും ഇന്നെനിക്ക് വേണ്ട. ഇതിലും വലിയൊരു കാര്യവും എന്റെ ഭർത്താവ് എനിക്ക് സാധിച്ചു തരുകയും വേണ്ട. ആയിക്കോട്ടെ, കുടിക്ക. എത്രയായി? 20 രൂപ. പോ. നിത്യാമ്മേ, കുന്നുമേക്കാവ് കണ്ടോ? ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? ആ, പഴയതുപോലെയാണെന്ന് ചോദിക്കുന്ന കേട്ടാ തോന്നും ഇവളവിടെ നിത്യ സന്ദർശകയാണെന്ന്. അമ്മേ, നല്ല രസായിരുന്നു. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അവിടെ നിന്ന് പോവാം. എന്തൊരു ശാന്തതയാണെന്നറിയോ? അല്ല, രണ്ടുപേരും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. എനിക്ക് എല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. என்ன சார், திரும்பி வரும்போது ஏதாவது புது காவு கண்டுபிடிச்சிருக்கா? അതൊന്നുമല്ല, ഞാൻ കൃഷിയിലേക്ക് വീണ്ടും ഇറങ്ങാൻ തീരുമാനിച്ചു. அப்படியா? മനസ്സിലതൊരു വീർപ്പുമുട്ടലായിട്ട് കിടക്കുക. കുറച്ച് മണ്ണ് വേണം. മണ്ണാ? എന്തെങ്കിലുമൊക്കെ കൊത്തിക്കിളക്കണം, എന്തെങ്കിലുമൊക്കെ നടണം. അതിനെ നനച്ചും പരിപാലിച്ചും അതിന് കാവിലിരിക്കണം. അല്ല, പക്ഷേടാ, നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ എങ്ങനെയാ? ഇവിടെ വെള്ളയാണിയിലെ പാടശേഖരങ്ങളുണ്ടല്ലോ, അതൊക്കെ കുറെ വെറുതെ കിടക്കുക. നമുക്ക് അതൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാന്ന് കരുതുക. ഹരി, കാര്യം കൃഷി തനിക്ക് വശമുള്ള കാര്യമാ. പക്ഷേ ഈ സിറ്റിക്കകത്ത് അത് പ്രാക്ടിക്കൽ ആവൂ? നമ്മുടെ നാട്ടിലെ കൃഷി നന്നാവത്തിന്റെ കാര്യം എന്താ? ഇതുപോലെയുള്ള തോന്നലുകളാണ്. മണ്ണും കൃഷി ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ നമുക്കത് മാത്രം മതി. ഞാൻ ഏതായാലും പോയി എന്നെ അന്വേഷിക്കാന്ന് വിചാരിച്ചിരിക്കുക. അതിന് നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത്. ഞാനും ഹരിയുടെ തീരുമാനത്തിന് കൂടെ ഉണ്ട് കേട്ടോ. കൂടെയുണ്ടെന്ന് പറഞ്ഞ് നീ നിന്റെ ജോലിക്ക് പോയി ബാക്കിയുള്ള സമയത്ത് പാടത്തേക്ക് പോകുന്നാണോ? അതോ ഭർത്താവിന്റെ കൂടെ ഫുൾ ടൈം പാടത്ത് നിൽക്കാവുന്നാണോ? ജോലി ഒരു പ്രൈവറ്റ് സ്കൂളിലല്ലേ അമ്മേ. തൽക്കാലം ഹരിയുടെ കൂടെ പാടത്ത് തന്നെ നിൽക്കാം. അതിനിടയിൽ ടെസ്റ്റൊക്കെ എഴുതാം. ഏതെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് നോക്കുകയും ചെയ്യാം. അല്ല സുജാതേ, അപ്പോഴേ ഇവരുടെ മനസ്സിലിപ്പോ അതാ കാര്യം. തിരിച്ചിവിടെ എത്തുമ്പോഴത്തേക്കും രണ്ടും കൂടെ അവരുടെ ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഏതാ? ഇനി നമുക്കൊരു റോളും ഇല്ല. എന്താ രഘുവേട്ട അഭിപ്രായം? എന്തായാലും ഓരോരുത്തർ ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമല്ലേ. എന്റെയും റിട്ടയർമെന്റ് ഒക്കെ ആയല്ലോ. ഇനിയും വെറുതെ ഇരിക്കാന്ന് വെച്ചാ അത് പറ്റില്ല.
എനിക്കും എന്തെങ്കിലുമൊക്കെ നോക്കണ്ടേ? എനിക്കും സുജാതയ്ക്കും മുന്നോട്ട് നീങ്ങണ്ടേ? എന്താ കാര്യം? അങ്കിള് യുദ്ധമൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ ശത്രുക്കളോട് ഏറ്റുമുട്ടിയിട്ടുമുണ്ട്. പക്ഷേ പാടത്തിറങ്ങാൻ ധൈര്യമുണ്ടോ? ഈ പാടത്തിറങ്ങാന്നൊക്കെ വെച്ചാ എനിക്കത് വലിയ പിടിയൊന്നുമില്ല. എന്റെ ഹരി, നട്ട് നനച്ച് ഇലയും പൂവാവുന്നത് കാത്തിരിക്കുന്നതൊന്നും രഘുവേട്ടന് ശീലമില്ല. വളർന്നു നിൽക്കുന്നതൊന്ന് വെട്ടിക്കളഞ്ഞാലോ രഘുവേട്ട എന്ന് പറഞ്ഞ അപ്പ ഇറങ്ങും വെട്ടുകത്തിയും കൊണ്ട്. അല്ല സുജാതെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇയാള് പറഞ്ഞു തന്നാലും നല്ല ഐഡിയ. ഇത്രയും നാള് ചിന്തിക്കാത്തൊരു കാര്യം നമുക്കൂടെ ചിന്തിക്കാലോ. ഞാനും അങ്ങോട്ടേക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ അങ്ങോട്ട് ഇറങ്ങണം. രഘു സാറേ, ഇതിന്റെ ഗുണം എന്താണെന്ന് അറിയോ? നമ്മുടെ പ്രായ വ്യത്യാസം ഇല്ലാതെ, ആൺ പെൺ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തൊഴില. മുന്നിൽ നിന്ന് നയിക്കാൻ ഇവനെ അരി ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങ് കൂടാന്ന്. ഞാൻ സമ്മതിച്ചു. ഞാനൊരു കർഷകനാകാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. ജയ് കിസാൻ ജയ് ജവാൻ. ഇനി എന്താ ഇപ്പൊ തടസ്സമുള്ളത്? സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തിരക്കിന്റെ ഒക്കെ ഇടയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണം, മനസമാധാനമുള്ള ഒരു തൊഴിൽ ചെയ്യണമെന്നൊക്കെ. ഇനി നമ്മളൊക്കെ ഹരിയുടെ കൂടെയല്ലേ? എല്ലാരും സംശയിക്കുന്ന പോലെ ചിലപ്പം നമ്മൾ തോക്കും, ചിലപ്പം നമ്മൾ വിജയിക്കും. പക്ഷെ തോറ്റാ പോലും നമ്മുടെ കാലപ്പോഴും മണ്ണി ചവിട്ടി നിൽക്കുന്നുണ്ടാവും. അതാ കൃഷിയുടെ മഹത്വം. അങ്ങനെ പ്രിയപ്പെട്ട കവി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പ്രകൃതിയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോ നമ്മൾ ഇന്ന് മുതല് നമ്മുടെ കൃഷിക്കുള്ള മണ്ണ് തേടുന്നു. എല്ലാരും ഓക്കെ അല്ലേ? ഉറപ്പായിട്ടോടാ. കൃഷിക്കാരാ, നീ കേറ്. വീണ, അച്ഛൻ അല്പം പ്രശ്നത്തിലാണ്. എന്തുപറ്റി? നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ അച്ഛൻ സമ്മതം മൂളിയിട്ട് പോലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ നമുക്കിതുവരെ പറ്റിയില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങോട്ട് പോരുമ്പോഴും അച്ഛനത് ചോദിച്ചു. നമ്മൾ എന്തിനാ ഈ ഹരിയുടെ സൗകര്യം കാത്തു നിൽക്കുന്നേ? അവകാശമല്ലേ നമ്മൾ ചോദിക്കുന്നേ? ഏത് കോടതി പോയാലും നമ്മളെ എതിർത്ത് നിൽക്കാൻ ഹരിക്ക് ഒരു കാരണം കിട്ടില്ല. മധുര നൊമ്പരക്കാറ്റ്